പ്രൈസ് കേട്ടോ, അതാണ് ഹൈലൈറ്റ്. പ്രൈസ് നമുക്ക് 2,75,000 രൂപയ്ക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള നിലക്ക് കൊടുക്കാം. 2,75,000 ഫിക്സ്ഡ് പ്രൈസ് വിത്ത് NOC എടുത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചാണ് കൊടുക്കും. 8,50,000 രൂപയ്ക്ക് 2010 4x4 ഒറിജിനൽ കേരള വണ്ടി 4x4 മാനുവൽ. അത് ശരിക്കും നിങ്ങൾ കൊടുക്കുമല്ലേ? എന്താ സംശയം, ആളുകൾ വന്നോട്ടെ. ഇനിയിപ്പോ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ അഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. നമ്മൾ വെറുതെ ആൾക്കാരോട് പൂൾ അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞാലും നിങ്ങൾ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾ ഉറപ്പാണ്. എന്നാലും ഞാൻ പറയും ചെക്ക് ചെയ്തിട്ട് മാത്രം. ഈ മാസം മാർച്ച് 30 വരെ നമ്മൾ എന്ത് ചെയ്യും, ഏത് വണ്ടി നമ്മൾ എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ. പിന്നെ ഒരു കാര്യം ആലോചിക്കണ്ട, 17,000 രൂപയാണ് ഇത് നടക്കാൻ. ആ പൈസക്ക് നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു തരും. ചുമ്മാ നിങ്ങൾക്ക് ലാവശ്യമായിട്ട് കറങ്ങാം. മോഡൽ എന്താ വില? ഇത് നമുക്ക് അതേ രീതിയിലുള്ള ഒരു ഓഫർ പ്രൈസ് 14,50,000 രൂപ. 14,500. വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ? ഡീസൽ 50ലധികം ടൊയോട്ട വണ്ടികളുടെ കളക്ഷനുമായിട്ട് നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാടധികം വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സാധാ ഇന്നോവയും കുറച്ച് ലോ ബഡ്ജറ്റ് കാറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ ക്രിസ്റ്റകളാണ് കേട്ടോ. ക്രിസ്റ്റകളും അതുപോലെ തന്നെ കുറച്ച് ഫോർച്യൂണറും ഇവിടെ അവൈലബിൾ ആണ്. അത് മൊത്തത്തിൽ എല്ലാ വണ്ടീൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. നല്ലൊരു ടൊയോട്ട വണ്ടി എടുക്കണം എന്നുള്ളൊരു യൂസ്ഡ് വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ആദ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രിഫറൻസ് എന്തായാലും നമ്മുടെ നൂർദീൻക്കാക്ക് കൊടുക്കണം. ലൈക്ക് അതൊരു അഭ്യർത്ഥനയാണ്. യാതൊരു സംശയമില്ല. ഇന്നോവയോ ക്രിസ്റ്റോ ടൊയോട്ടയുടെ ഏത് വണ്ടി എടുക്കാൻ പോകുന്നവർ നമ്മളൊന്ന് ജസ്റ്റ് വരിക, കണ്ട് പരിചയപ്പെടുക, വിലയും കാര്യങ്ങളും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എവിടെയാണോ നല്ല ക്വാളിറ്റി വണ്ടി, ആരെടുത്താണോ വിലക്കുറവ്, അവിടെ നിങ്ങൾ എടുത്താൽ മതി. അതായത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളൊരു ടൊയോട്ടയുടെ വണ്ടി യൂസ്ഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് കിട്ടുന്നതിൽ ഏറ്റവും വില കുറച്ചാണ് ഇദ്ദേഹം ശരിക്കും വിൽക്കുന്നത് അല്ലേ? 100%. അതെന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടാൽ മതി. അതിൻ്റെ അതൊക്കെ അത്രയും വില കുറച്ചിട്ടുള്ള ഒരുപാടധികം വണ്ടികൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഒന്ന് മിസ് ചെയ്യരുത്. അത്രയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരിക, ഇദ്ദേഹത്തെ ഒന്ന് കാണുക, പരിചയപ്പെടുക, എന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കും. എന്താ സംശയം, വരുന്ന ആളുകൾക്ക് മുഴുവൻ നമ്മൾ ഇളനീർ ജ്യൂസും ഫ്രഷ് ജ്യൂസ് വാങ്ങി കൊടുത്തിട്ട് ഇവിടുന്ന് വിടുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിക്കോളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചധികം വണ്ടി കാണിക്കാം അല്ലേ? ഉണ്ട്. ഒരു 10-15ഓളം ക്രിസ്റ്റ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എത്രയും കാണിക്കുന്ന അത്രയൊക്കെ ഞാൻ പറഞ്ഞു തരും. ഓക്കെ. അത് മാത്രമല്ല കുറച്ച് ഫോർച്യൂണർ ഉണ്ട്, അത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ 1-2 ചെറിയ വണ്ടികൾ വേറെ ഉണ്ട്. അത് ജസ്റ്റ് ആഡ് ചെയ്ത് ഇവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമ്പോൾ തുടങ്ങിയാലോ? ഓൾറെഡി അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി ഒരു ക്രിസ്റ്റ തന്നെയാണ്. അതും വെള്ള കളറിൽ കേരള 84 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഇത് ഏതൊക്കെ മോഡലൊക്കെ? ഇത് 2016 G4. അതെ. ഓക്കെ. ഇതിനകത്ത് അലോയിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അഡീഷണൽ നമ്മൾ പറയേണ്ട ക്രിസ്റ്റൊക്കെ എന്തായാലും വരും. ഇതിപ്പോ മെയിൻ എന്ന് പറയുമ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. VZ ഹെഡ്ലൈറ്റ് മാറ്റി Z-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പണികൾ നോർമലി ഇപ്പൊ കണ്ടാൽ ഒരു സെഡാന്നേ പറയുള്ളൂ. കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ സെഡ് ആയിട്ടേ തോന്നുന്നു. 23 ഗ്രില്ലല്ലേ? 23 ഗ്രില്ലൊക്കെ മാറിയതാണ് കേട്ടോ. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നീറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മെയിൻ ക്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട് ഈ വണ്ടി. ടൊയോട്ട ഷോറൂമിൽ നിന്ന് ക്ലെയിം ചെയ്തതാണ്, അല്ലാതെ മേജർ ആക്സിഡന്റ് അല്ല. ഓക്കെ. അത് എന്തുകൊണ്ടാണെന്ന്, മേജർ ആക്സിഡന്റ് ആണോ, ഉള്ളോട്ട് വല്ല പരിക്കുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇല്ല, ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. ഒരു വന്ന് ഷോറൂമിൽ ചെക്ക് ചെയ്തോട്ടെ, എന്നിട്ട് എടുത്താൽ മതി, കുഴപ്പമില്ല. നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞാലും നിങ്ങൾ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾ ഉറപ്പാണ്. എന്നാലും ഞാൻ പറയും ചെക്ക് ചെയ്തിട്ട് മാത്രം. അതിന്റെ ഒരു ഇത് ഓൾറെഡി അവനെ പേടിക്കണ്ടല്ലോ. റെഡി. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് എന്നുള്ള നിലയ്ക്ക് 2016 G4 ക്രിസ്റ്റ 13,50,000 രൂപ. 13.5 ലക്ഷം രൂപക്ക് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കാം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന എല്ലാവർക്കും ഈ മാസം മാർച്ച് 30 വരെ നമ്മൾ എന്ത് ചെയ്യും, ഏത് വണ്ടി നമ്മൾ എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ. പിന്നെ ഒരു കാര്യം ആലോചിക്കണ്ട, 17,000 രൂപയാണ് ഇത് നടക്കാൻ. ആ പൈസക്ക് നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു തരും. ചുമ്മാ നിങ്ങൾക്ക് ലാവശ്യമായിട്ട് കറങ്ങാം. 13,50,000 രൂപ. ഒരു 12ന് മേലെ സുഖമായിട്ട് ലോൺ. 12 രൂപ സുഖമായിട്ട് പ്രൊഫൈലുള്ള ആൾക്ക് സുഖമായിട്ട് ലോൺ. എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്റ്റല്ലേ വേറൊന്നുമല്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിക്കോളാം. കിലോമീറ്റർ പറഞ്ഞു. കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. അത് നിങ്ങൾക്ക് ജെനുവിൻ ആണെന്നുള്ളത് ജെനുവിൻ ആക്കി തന്നെ പറയുന്നുണ്ട്, അല്ലാത്ത അല്ലാന്നും പറയും. ഇനി ഇതാണെങ്കിലോ? ഇത് 2017 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. G4 ഓട്ടോമാറ്റിക്. 17 ഒറിജിനൽ കേരള കേട്ടോ. അതായത് റീവണ്ടി പറ്റൂല, ഒറിജിനൽ കേരള വേണമെന്നുള്ളവർക്ക് ഇതെടുക്കാം. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, 100% ഗ്യാരണ്ടി. ടൊയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ പൈസ. ഇത് G4 തന്നെയാ? G4 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ ഇത് സ്റ്റോക്ക് കണ്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ വണ്ടി വന്ന അതേ കണ്ടീഷനിൽ. അടിപൊളി. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറയേണ്ട ഒരു സംഗതി, സീറ്റ് കവർ വരെ ഇട്ടിട്ടില്ല. ഉള്ളത് ഒറിജിനാലിറ്റി. അതെ. ടയർ ഭാഗങ്ങൾ 90% ടയർ ഉണ്ട്. ഓട്ടം എത്രയാ? ഇത് ഓട്ടം ഓടിയത് 1,65,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസ്. 160 സർവീസ് ഇപ്പോൾ അമാന ടയോട്ടയിൽ കഴിഞ്ഞതാണ്. അപ്പൊ കിലോമീറ്ററിന്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട. കിലോമീറ്റർ ആക്സിഡന്റും റീപ്ലേസും ഒന്നും പേടിക്കേണ്ട, ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. 17 മോഡല് G4 ഓട്ടോമാറ്റിക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 17,50,000 17,000 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാം? G4 ഓട്ടോമാറ്റിക് കേരള വണ്ടി കൊടുക്കാം. 17,50,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരുപാട് ഫുൾ ടാങ്ക് എണ്ണ ഉണ്ട്. വിലയിൽ ഇപ്പൊ എന്താ, ഇതൊക്കെ നമ്മൾ മാക്സിമം കുറച്ചാണ് പറയുന്നത്. ഇതൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ വീഡിയോസ് ഒക്കെ അറിയാലോ, 12-22 ലക്ഷം പിന്നെ വ്യൂസും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരുപാട് വില പറഞ്ഞ ആളുകൾ വരൂല. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, പിന്നെ നിലവിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു സെഡ് ഈ ഓട്ടോമാറ്റിക് വേരിയന്റിൽ ഡീസൽ വണ്ടി ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ. ഇല്ലല്ലോ, ഓട്ടോമാറ്റിക് നിർത്തി. ഓട്ടോമാറ്റിക് കമ്പനിയേ അല്ല. അതെ, അത് നിങ്ങൾ ആലോചിക്കണ്ട. അതായത് ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് ഇനി യൂസ്ഡ് മാത്രമേ കിട്ടുള്ളൂ, അതും ഡീസലില്. പിന്നെ ഇപ്പൊ ഇറങ്ങുന്നത് ഹൈക്രോസ് പെട്രോൾ. ഹൈക്രോസ് പെട്രോൾ. ഓക്കെ, എന്തായാലും ഇത് നോക്കിക്കോളൂ കേട്ടോ. ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് G4 17 ഒറിജിനൽ കേരള. ഇതാണെങ്കിലോ ഇത് 2018 2.4G, അതായത് മാനുവൽ. 2018 റീ രജിസ്ട്രേഷൻ വണ്ടി, മാനുവൽ. ഓക്കെ, ഇത് KL10 രജിസ്റ്റർ ആയതാണ്. KL10 നിലവിൽ സെക്കൻഡ് ഓണർ റീ ആയതാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നും ഇല്ല. 4 പുത്തൻ ടയർ. ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ എടുത്ത് കൊടുക്കും. ഇപ്പൊ ടയോട്ടയിൽ 25,000 റുപ്യക്ക് 1,40,000 കിലോമീറ്ററിന്റെ സർവീസ് ചെയ്തതാണ്. 25,000 റുപ്യന്റെ ഇൻവോയ്സ് ബില്ല് അടക്കം ഇതിനകത്തുണ്ട്. കിലോമീറ്റർ ജെന്യൂന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സർവീസ് ഉള്ള വണ്ടിയാണ്. 25,000 റുപ്യന്റെ ബില്ല് അടക്കമുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ വേറെ ഒരു പണിയെടുത്തില്ല. സീറ്റ് കവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ. വേറെ അപാകതകൾ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് നമ്മൾ ഗ്യാരണ്ടി ഇല്ല എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നില്ല. ഒരു വണ്ടി ചെക്ക് ചെയ്തും ചെയ്തോട്ടെ. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 16,500 രൂപയാണ്. 16,50,000. 2018 വണ്ടി റീ ആണ്. അതെ. ഒരു 16,000 റുപ്യ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഫൈനലി നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൊടുത്ത് കൊടുക്കാം. 14 ലക്ഷം രൂപ ലോൺ കിട്ടും. നല്ലൊരു പ്രൊഫൈലുള്ള ആളാണെങ്കിൽ 14 റുപ്യ ലോൺ. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊണ്ട് കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് വണ്ടി കൊണ്ടുപോകും. പിന്നെ ഒന്ന് ആലോചിച്ചാൽ 16, 17, 18. ഇനി ഇതും 17. ഇത് കേരള വണ്ടിയാണോ? ഇത് അല്ല, റീ രജിസ്ട്രേഷൻ വണ്ടി. പക്ഷെ ഈ ഒരു കളർ ഈ ഒരു വണ്ടിക്ക് വല്ലാത്ത കളർ, ഹൈലൈറ്റ് കളറാണ്, മെറൂൺ കളർ. അതെ. പിന്നെ ഇതൊക്കെ ഒന്ന് ഡീക്രോം ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. KL65 മലപ്പുറം തിരൂരങ്ങാടി. ഇത് ഏത് 17 മോഡൽ? G4 ആണ്, മാനുവൽ ആണ്. ഓട്ടോ എത്രയാ? ഈ വണ്ടി ഓടിയത് 1,70,000 കിലോമീറ്റർ. പ്രോപ്പർ സർവീസ് അല്ല, പക്ഷെ കിലോമീറ്റർ ജെന്യൂൻ ആണ്. എല്ലാ 10ലും സർവീസ് അല്ല, പക്ഷെ കിലോമീറ്റർ ജെന്യൂൻ ആണ്. അത് നമുക്ക് പറയാൻ പറ്റുമോ? 100% പറയാലോ. എല്ലാ വണ്ടി എല്ലാവരും പ്രോപ്പർ ആയിട്ട് ചെയ്യൂല. അപ്പൊ ഇത് ഷോറൂമിൽ ഇടവിട്ട് സർവീസിന് കയറിയിട്ടുണ്ട്. ലാസ്റ്റിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 160ന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് ചെയ്തതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നും മാറിയിട്ടില്ല. അതുപോലെ തന്നെ സീറ്റ് അവരൊക്കെ സെപ്പറേറ്റ് ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ സീറ്റ് വരൂല. G4 അല്ലേ? സോറി, വേറെ വണ്ടിയിലാണ് വരുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് എന്താ വില വരുന്നത്? നമുക്ക് 17 വണ്ടി ഇതൊക്കെ ഓഫർ പ്രൈസ് ആണ്. 15 റുപ്യ 15,500 റുപ്യ കുറച്ച് 17 വണ്ടി എവിടെയും കിട്ടൂല. ഇത് നമുക്ക് 14,50,000 റുപ്യ. 14,000 റുപ്യക്ക് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ. ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി. ഒരു റീപ്ലേസും ഇല്ല. വന്ന ആളുകൾ വന്ന് ചെക്ക് ചെയ്തോട്ടെ, ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോട്ടെ. കിലോമീറ്റർ ജെന്യൂൻ ആണ്, പ്രോപ്പർ സർവീസ് അല്ല. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, വെറും 14.5 ലക്ഷം രൂപയ്ക്ക് 2017 ഈ ക്വാളിറ്റിയുള്ള വണ്ടി നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതാണെങ്കിലോ? അതും 2017 തന്നെ. 17 തന്നെയാണ്. 17 തന്നെ. KL56 കോഴിക്കോട് കൊയിലാണ്ടി. അതെ, കൊയിലാണ്ടി രജിസ്ട്രേഷൻ. ഓട്ടോ ഒക്കെ എത്രയാ? ഈ വണ്ടി അതുപോലെ തന്നെ ഓടിയത് 1.25 ലക്ഷം കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യൂൻ ആണ്, സർവീസ് പ്രോപ്പർ അല്ല. അതിന്റെ കാരണം എല്ലാ ആളുകളും ഷോറൂമിൽ കൊണ്ടുപോയിടൂല. ഇത് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അതിന് പിന്നെ കൊണ്ടുപോകാൻ പോകണം, കൊണ്ടുവരാൻ പിറ്റേന്ന് പോകണം. പിന്നെ അവിടെ പോലും പറയുന്ന ബില്ലും കൊടുക്കണം. പല ആളുകളും എന്ത് ചെയ്യും, നല്ല പിന്നെ ഓതറൈസേഷൻ ഡീലർഷിപ്പ് ഉള്ള നല്ല ഗ്യാരേജിൽ പോയിട്ട് സംഗതികൾ സർവീസ് ചെയ്യും. സർവീസ് എല്ലാ 10ലും ആളുകൾ എന്തായാലും ഓയിലും കാര്യങ്ങളും സർവീസ് എന്തായാലും ചെയ്യണം. അത് നിർബന്ധം. അത് എവിടുന്ന് ഷോറൂം ചെയ്യുമ്പോൾ അതിന്റെ ഹിസ്റ്ററി ഉണ്ടാവും, പുറത്തുനിന്ന് ചെയ്താൽ ഹിസ്റ്ററി ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഷോറൂമിൽ ചെയ്യുമ്പോൾ കാശ് കൂടുതലും കൊടുക്കണം, ഹിസ്റ്ററി ഉണ്ടാവും. ഇതാകുമ്പോൾ ഉണ്ടാവില്ല. അല്ലാതെ ആ ഒരു സർവീസ് ചെയ്യാതെ ഇത്രയും പൈസ ഇതൊന്നും ഇപ്പൊ ഓരോ ആളുകൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, KL56 കൊയിലാണ്ടിയാണ്, മറ്റേത് 65 തിരൂരങ്ങാടിയാണ്, മറ്റേത് 84 കൊണ്ടോട്ടിയാണ്. അപ്പൊ ഇതൊക്കെ പല ദിശയിലുള്ള ആളുകൾ ഉപയോഗിച്ച വണ്ടിയാണ്. ആരും സർവീസ് ചെയ്യാതെ വണ്ടി കൊണ്ടുനടക്കൂല. ഈ 17 മോഡൽ എന്താ? ഇതും നമുക്ക് അതേ രീതിയിലുള്ള ഒരു ഓഫർ പ്രൈസ് 14,50,000 റുപ്യ. 14,50,000. വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ? ഡീസൽ അത് പിന്നെ അല്ല, ഒരു 13 റുപ്യ വരെ ലോണും കയറും. 13 റുപ്യ വരെ ലോൺ. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഏത് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. പ്രൊഫൈൽ പക്കയാവണം, ബാക്കി ലോൺ കയറണമെങ്കിൽ.
എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല വെള്ള കളറിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതൊരു മിൽക്കി വൈറ്റ് വണ്ടി അല്ലേ? അതെ അതെ, മിൽക്കി വൈറ്റ് പ്യൂർ വൈറ്റ് എന്നൊക്കെ പറയാം. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി ഇതിനും കൊടുക്കും. 4 ടയർ പുത്തൻ ടയർ ഉണ്ട്. എന്തെങ്കിലും വേറെ അപാകതകൾ പറയാൻ റീപ്ലേസ്മെന്റ് എന്ന് പറയാൻ 100% ഗ്യാരണ്ടി ഇല്ല എന്ന് നമ്മൾ കൊടുക്കും അല്ലേ? പിന്നെ ഓട്ടം എത്രയ്ക്കാ? ഓട്ടം 1,65,000, 1,70,000 ഉള്ളിൽ പ്രോപ്പർ കിലോമീറ്റർ സർവീസ് ഒക്കെ ഉണ്ട്. സർവീസ് ഉള്ള വണ്ടി. ഇത് G4 ആണോ അതോ G4? പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഗ്രില്ല് മാറി. ഗ്രില്ല് നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തതാണ്. ഇനിയിപ്പോ നമ്മളെടുത്തുള്ള വണ്ടികൾ ഇപ്പൊ നമ്മൾ കാണിച്ച വണ്ടികളിൽ 3-4 ഓൾഡ് ഷേപ്പ് തന്നെയാണ്. ആ വണ്ടിവർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അതിന് വലിയ പൈസ ഒന്നും 20 റുപ്യന്റെ കേസുള്ളൂ. 20,000 റുപ്യണ്ടായി വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ആവശ്യക്കാർക്ക് ചില ആളുകൾക്ക് എന്താ ഇത് മാറ്റിയണോ, ഇത് തട്ടിയതാണോ മുട്ടിയതാണോ എന്നൊക്കെ സംശയം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറ്റിയതാ, ഈ വണ്ടിനെ നമ്മൾ മാറ്റിയതാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ചുരുക്കുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ വേണ്ടവർക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 20,000 റുപ്യന്റെ കേസുള്ളൂ, ഏത് വണ്ടി നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തും കൊടുക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അതിനും ഇക്കാനെ കോൺടാക്ട് ചെയ്ത് നമ്മളെ വണ്ടി മാത്രം, അല്ലാത്തതിന് പുറത്തെ വണ്ടി അല്ലല്ല, നമ്മളെ വണ്ടി മാത്രം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ എന്തായാലും ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു. ഇത് ശരിക്കും എന്താ വില വരുന്നത്? 17 വണ്ടി. ഇത് നമ്മളൊരു ഫിക്സഡ് പ്രൈസ് 15 ലക്ഷം രൂപ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഇൻഷുറൻസ് ചെറിയ കാലാവധി ഉള്ളൂ. നമുക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഓർമ്മ ശരിയാണെങ്കിൽ 1 മാസമൊക്കെ കാലാവധി ഉണ്ട്. അപ്പൊ ലോണുകാർക്ക് എന്തായാലും അത് പറ്റൂല. നമുക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. മാക്സിമം ഐഡിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. 15 ലക്ഷം രൂപയ്ക്ക് 17 മോഡൽ 18 രജിസ്ട്രേഷൻ G4 വണ്ടി കിട്ടും. ഇനി ഇതാണെങ്കിലോ? ഇത് KL84C 2018 മോഡല്. 18 ആണ്. നല്ല വൃത്തിയല്ലേ? 18 മോഡൽ, നല്ല വെസ്റ്റ് ബംഗാൾ പ്രൈവറ്റ് വണ്ടി. ഇപ്പൊ അവിടെ റീ ആയിട്ടുള്ളൂ. നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ, ജെന്യൂൻ സർവീസ്. എല്ലാ 10ലും ടൊയോട്ട സർവീസ്. എത്ര ഓട്ടം? 1,50,000 കിലോമീറ്റർ. 150 കറക്റ്റ്. എല്ലാ 10ലും സർവീസ് ബുക്ക് ഉണ്ട്, സ്പെയർ കീ ഉണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ് പുതിയതുണ്ട്. ക്ലീൻ വണ്ടിയാണ്. നല്ല വണ്ടി. ഒന്നുമില്ല, ഒന്ന് വാഷ് ചെയ്താണ്ട് ഒന്ന് പോളിഷ് ചെയ്താണ് കൊടുക്കേണ്ട ഒരു കുറവ് ഇതുമല്ലുള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ നീറ്റ് എന്ന് തന്നെ പറയാം, ഒരു കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് പിന്നെ ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? ഗ്യാരണ്ടി കൊടുക്കുക. അതൊക്കെ ചെക്ക് ചെയ്തോട്ട് ആളുകൾ എല്ലാ 10ലും ഈ വണ്ടി ഇറങ്ങിയത് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഡീറ്റെയിൽ ഈ വണ്ടിന്റെ ഷോറൂമിൽ പോയാൽ കിട്ടും. ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കും. 100% ഗ്യാരണ്ടി കൊടുക്കും. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 16,500 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു മാന്യമായിട്ടുള്ള നമുക്ക് ചെയ്ത് കൊടുക്കാം. 18 മോഡൽ G4 പ്ലസ് ആണ് ഈ വണ്ടി. G4 പ്ലസ് അഡീഷണൽ വോളിയം കൺട്രോൾ കാര്യങ്ങൾ ഇതൊക്കെ വരും. ഇതൊക്കെ തന്നെയാണ് സ്റ്റാറിംഗിന്റെ വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ വരും. ഒന്ന് നോക്കിക്കോളൂ. 16.5 ലക്ഷം രൂപ ഫിക്സഡ് പ്രൈസ് ആണ്. അതിലും നെഗോഷിയേഷൻസ് ഒക്കെ ഉണ്ടാവും, ഇല്ലെന്നല്ല. അതുപോലെ തന്നെ ഫുൾ ടാങ്ക് ഡീസലും തരും. ഇനി ഇതാണെങ്കിലോ? ഇത് 2016 V ആണ്. 16 V നമ്മുടെ അടുത്ത് ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ. V വണ്ടി 16 റീ ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര ഓടിയുണ്ട് ഈ വണ്ടി? ഓടിയത് 1,90. സർവീസ് പ്രോപ്പർ അല്ല. കിലോമീറ്റർ ഞാൻ നോക്കിയിട്ടില്ല, ജെനുവിൻ അല്ല എന്നല്ല, ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾ നോക്കിക്കോളൂ. അതെ അതെ, നോക്കിയെടുത്താൽ മതി. ഇതും ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്താണ്. അതെ, ടയർ ഭാഗങ്ങളാണെങ്കിലും 90% മേലെ ടയർ ഉണ്ട്. ആ കമ്പനി വന്ന സീറ്റ് ആണല്ലേ? അതെ, കമ്പനി വന്ന അതേ സീറ്റ്. ഈ V ആയതുകൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടും വിയും സെറ്റും വലിയൊരു മാറ്റം എന്ന് പറയാനില്ലല്ലോ. അതെ അതെ അതെ, ഒരപാകതയില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഫിക്സഡ് പ്രൈസ് എന്നുള്ളവർക്ക് 15,50,000. 15,500. അതിനകത്തൊന്നും കുറയാനില്ല. അല്ല, ഇത് 2016 V അല്ല ജോ. ഇത് സർക്കാരിന്, കേരള സർക്കാരിന് 2.25 ലക്ഷം റുപ്യ കൊടുക്കണതിന്. ഇൻഷുറൻസിന് 25,000, 2.5 ലക്ഷം റുപ്യ പേപ്പർ വർക്ക് തന്നെ ഒരു വണ്ടി എടുത്താൽ, ഒരു V ക്രിസ്റ്റ എന്നാണ് ഇൻവോയ്സ് ഉള്ള വണ്ടിയാണല്ലോ. ഇൻവോയ്സ് കൂടുമല്ലോ. 2.25 ലക്ഷം റുപ്യ ടാക്സ് അടച്ചു. 25 റുപ്യ 20 റുപ്യ ഇൻഷുറൻസും. വിഷമം പറയില്ല, ഞാൻ ആകെപ്പാടെ 15 എന്തെങ്കിലും കുറയാൻ. വിഷമല്ല, ഇത് വിഷമത്തിന്റെ നമ്മൾ ആളുകൾക്ക് ഇത് അറിയൂല. ചില ആളുകൾ ധാരണ ഉണ്ടാവും ഇതിൽ 1 ലക്ഷം റുപ്യൊക്കെ നമ്പർ ആക്കാൻ വരുള്ളൂ എന്നുള്ളത്. ഇത് ഇൻവോയ്സിന്റെ എത്ര ശതമാനം എന്ന് പറഞ്ഞ് RTO ഓഫീസിൽ നിന്ന് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് കണക്കൂട്ടി തരും. 2.25 ലക്ഷം റുപ്യ ടാക്സ് വരും ഈ വണ്ടിക്ക്. അതുകൊണ്ടൊക്കെയാണ് ചെറിയ വ്യത്യാസം വരുന്നത്. എന്നിരുന്നാലും വില കുറവാണ്. 2016 V വണ്ടി അല്ലേ? കേരള വണ്ടിയാണെങ്കിൽ ഒരു 15,000 റുപ്യ കുറച്ച് എന്തായാലും കിട്ടൂല. അതിലാറ് 2 ലക്ഷം റുപ്യ കുറവുണ്ട്. അത്രയല്ലേ ഉണ്ടാവുള്ളൂ. 15.5 ലക്ഷം രൂപ ഫുൾ ടാങ്ക് ഡീസൽ വരും. നമ്മുടെ വീഡിയോ കണ്ടുവരികയാണ് എന്തെങ്കിലും ഒന്ന് കുറച്ച് തരും. അത് ഗ്യാരണ്ടി ആണ് കേട്ടോ. മൂപ്പരോട് പറഞ്ഞാൽ മതി. ഇനി ഇതാണെങ്കിലോ? ഇത് 16Z ഓട്ടോമാറ്റിക്. 16Z ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് അല്ലേ? Z ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി. പിന്നെ വേറൊരു കാര്യം പറയാം, ഈ സാധനം നിങ്ങൾക്ക് ഈ യൂസ്ഡ് മാത്രമേ കിട്ടുള്ളൂ. നിലവിൽ പുതിയത് കിട്ടില്ല. പുതിയ വണ്ടി ഒരു ഓട്ടോമാറ്റിക് വേണമെന്നാണ് 1 കോടി റുപ്യ ചെന്നാലും ഇപ്പൊ ഷോറൂമിൽ നിന്ന് തരൂല. സാധനമല്ല, ഈ സാധനം കമ്പനി നിർത്തിപ്പോയി. പിന്നെ വേറൊരു കാര്യം പറയാം, ഇപ്പൊ നിങ്ങൾ ഇത് ഈ പൈസക്ക് എടുത്തു വെച്ചാൽ 1 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ പൈസ 25 വന്നാലും ഇത് തന്നെയാണ് ഇതിന്റെ വില, കൂടുതലാതെ കുറയില്ല. മാത്രമല്ല ഇപ്പൊ ഇത് നിർത്തിയതുകൊണ്ട് അതിനനുസരിച്ചുള്ള മാർക്കറ്റും വരും. പിന്നെ ഇതിപ്പോ മോഡൽ 16Z ഓട്ടോമാറ്റിക്. 16Z ഓട്ടോമാറ്റിക്. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 190 പ്രോപ്പർ.
ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഓ കറക്റ്റ് ഉണ്ട്. സർവീസ് ബുക്കും സ്പെയർ കീയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കുക, ഗ്യാരണ്ടി. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. എല്ലാ ഭാഗങ്ങളും പക്കയാണ്, ഒന്നും പറയാനില്ല. ഇന്റീരിയലും എക്സ്റ്റീരിയറും കാര്യങ്ങളും മൊത്തം ഒന്നും കുറവ് തന്നെ. മെയിൻ ക്ലാസ് മൊത്തം വന്ന സ്റ്റിക്കർ അടക്കപ്പോഴോട് ഒന്നും മാറിയില്ല അല്ലെ. ഇത് നമുക്ക് ഇപ്പൊ എത്ര പ്രൈസ്? ഇത് നമ്മൾ 17.25 ചോദിക്കുന്നത്. ജെറ്റ് ഓട്ടോമാറ്റിക് ആണ്. ഒരു 17.50 കിട്ടി നമുക്ക് ഇത് കൊടുക്കാം. 17. ഓക്കെ, 17.5 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. കേരള വണ്ടിയാണെങ്കിൽ 20-21 റുപ്യ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അതിലാർപ്പം എന്താ വെച്ചാൽ 2.5 ലക്ഷം റുപ്യന്റെ കുറവുണ്ടോ? അതെ. ഒന്ന് നോക്കിക്കോളൂ, ആർക്കെങ്കിലും സെറ്റ് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ. അപ്പൊ എന്തായാലും ക്രിസ്റ്റകളിലെ ഈ ഒരു ഇതില് ലാസ്റ്റ് ഉണ്ട്. അതെ. മോഡല് ഇത് 2017 G4 ഓട്ടോമാറ്റിക്. എന്താ പ്രൈസ്? 2 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 2 ലക്ഷം ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഗ്ലാസ്, ബോണറ്റ് കമ്പനിയിൽ തന്നെ ഷോറൂമിൽ തന്നെ റീപ്ലേസ് ചെയ്തത്. കസ്റ്റമർ വണ്ടിയാണ്, എന്റെ വണ്ടിയല്ല. നിലവിൽ വണ്ടി സിംഗിൾ ഓണർ ആണ്. അപ്പൊ ആളുകൾ വരിക, ഷോറൂമിൽ കൊണ്ടുപോയിട്ടോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടോ ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അത്രേ ഉള്ളൂ. എന്തായാലും മേജർ കേസ് അല്ല. നല്ല ക്ലീൻ വണ്ടി കൂടിയാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇതിനകത്ത് കാണാനില്ല, അല്ലെ പ്രശ്നമൊന്നും കാണാനില്ല. ആ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഫുൾ ടയർ ആണ്. 4 ടയറും ഫുൾ കട്ട ടയർ തന്നെ പറയാം. അതെ. ഒരു അപാകതയില്ല. മേജർ കേസ് ഒന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു ഫിക്സ്ഡ് എന്നുള്ളത് 17 ലക്ഷം രൂപ കൊടുക്കും. 17 ലക്ഷം രൂപ. 2017 ഒറിജിനൽ കേരള G4 ഓട്ടോമാറ്റിക് അല്ലേ? ഒറിജിനൽ കേരള ഉണ്ട്, അതാണ് ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ആ പ്രൈസ് വ്യത്യാസം വരുന്നത്. 17 ലക്ഷം രൂപ അല്ലേ? എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ആവൂലേ? എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യുമല്ലോ. വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. വരുന്ന കസ്റ്റമേഴ്സ് നമ്മളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഓർക്കും അറിയാൻ കഴിയും. അത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതെ. വിട്ടുവീഴ്ച ഉള്ളവനെ കച്ചവടം ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളെന്താ വെച്ചാൽ ഒഴുക്കിന് എതിരെ നീന്തിയിട്ട് ഇപ്പൊ രക്ഷപ്പെടില്ല. ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തിയ ഏതെങ്കിലും ഒരു കാര്യമൊക്കെ എത്തിപ്പെടാം. ഇപ്പോഴത്തെ കച്ചവടം അങ്ങനെയാണ്. 17 ലക്ഷം രൂപ ഫിക്സഡ് പ്രൈസ് ആണെന്നാണ് പറയുന്നതെങ്കിലും നെഗോഷ്യബിൾ ആണ്. ചെയ്യും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന, അതായത് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വലിയ ഒരു സൺറൂഫ് ഉള്ള ഓട്ടോമാറ്റിക് 4 വീൽ വണ്ടി അല്ലേ? നിസാന്റെ എക്സ്ട്രെയിൽ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇതിന്റെ വില കേട്ടാ നിങ്ങളുടെ തല ഇറങ്ങും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതൊക്കെ മോഡലൊക്കെ? 2012 ആണ് അജു. 12 മോഡൽ. അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 2012 പനോരമിക് സൺറൂഫ്, പിന്നെ 4 വീൽ ഡ്രൈവ്, ഓട്ടോമാറ്റിക്, അലോയ്സ്, ABS, എയർ ബാഗ്. ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, നമ്മളെ കയ്യിൽ എണ്ണിയ തീരാത്ത ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. ഇലക്ട്രിക്കലാണ് ഇതിന്റെ 4 വീലിന്റെ കൺട്രോൾ ഒക്കെ വരുന്നത്. കറക്റ്റ്. ഓക്കെ. ഇത് ശരിക്കും ഇപ്പൊ എത്ര ഓട്ടം വരുന്നത്? ഇത് ഓടിയത് കറക്റ്റ് 1.20 കിലോമീറ്റർ ഇതിനകത്തുള്ളത്. 1.20 അല്ലേ? ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ ക്ലിയർ ആയിരിക്കും നമ്മൾ പറയണ്ട. 2012 വണ്ടിയല്ലേ? അതെ. പിന്നെ വേറെ ഞാനുണ്ട്, ഇത്രയും വലിയ വണ്ടിയാണ്. ഏകദേശം ഒരു 15-നടുത്ത് മൈലേജും കിട്ടും. ഈ വണ്ടി ഞാൻ ഒന്ന് പേഴ്സണലി ഓടിച്ചു നോക്കി. ഇതിന്റെ വില കേട്ടപ്പോ എന്താ ഇതിന്റെ കഥ എന്നറിയാൻ വേണ്ടിട്ട്. 100-ൽ 100 എന്നല്ലാണ്ട് എനിക്ക് ഇതിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അങ്ങനെ തന്നെയാണ് നിസാന്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ ഈ എക്സ്ട്രയില് പവർ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നിസാന്റെ ഹൈ പവർ വണ്ടിയാണല്ലോ എക്സ്ട്രയിൽ എന്ന് പറഞ്ഞ സാധനം. അതെ. എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് 38 ലക്ഷം രൂപ. അന്നത്തെ രാജാവലാണല്ലോ ഈ സംഗതി. ഇപ്പൊ ഈ സാധനം ഇറങ്ങണില്ല എന്നുള്ളൂ. അതായത് 2012 സീറ്റ് വെന്റിലേഷൻ അടക്കം വന്ന വണ്ടിയാണ് കേട്ടോ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇലക്ട്രിക്കലിയാണ് വരുന്നത്. എല്ലാം കിടിലൻ സാധനം. ഇതിപ്പോ നിലവിൽ MH-ലാണ് കിടക്കുന്നത്. പ്രൈവറ്റ് വണ്ടി. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ MH വെച്ച് തന്നെ ഓടിക്കാൻ ഒരു കുഴപ്പമില്ല. പ്രൈസ് കേട്ടോ, അതാണ് ഹൈലൈറ്റ്. പ്രൈസ് നമുക്ക് 2,75,000 രൂപയ്ക്ക് ഒരു ഫിക്സഡ് പ്രൈസ് എന്നുള്ള നിലക്ക് കൊടുക്കാം. 2,75,000 ഫിക്സഡ് പ്രൈസ് വിത്ത് NOC എടുത്ത് ഫുൾ ടാങ്ക് ഡീസലും അടിച്ചാണ് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കണ്ട. അതായത് 2,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും കിടിലൻ ഒരു 4x4 വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി, സൺറൂഫ്, ABS, എയർ ബാഗ്, അലോയ്സ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഫീച്ചേഴ്സ് ഈ ഒരു ചെറിയ എമൗണ്ടിലുള്ള ഒരു വണ്ടി ഒന്നും മാറിയില്ല. ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് 2012 ഒറിജിനൽ കേരള ഫോർച്യൂണർ ഒറിജിനൽ കേരള 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് എത്ര ഓട്ടോ? ഈ വണ്ടി ഓടിയത് അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് 3,90,000 കിലോമീറ്റർ. 390 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. ബോഡി വൈസും കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും മോശമില്ല. വണ്ടി നല്ല 2012 അപേക്ഷിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതെ. മാത്രമല്ല 12 ആ ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. അതെ. ഇത് 4x2 ആണോ? 4x2 2 വീൽ ഓട്ടോമാറ്റിക്. 4x4 അല്ല. ഓക്കെ, 4x4 അല്ല, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അലോവീലും ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്റീരിയറും നല്ല ക്ലീൻ ആണ് കേട്ടോ. എന്ത് വില വരും നമുക്ക്? ഇത് നമുക്ക് റീവണ്ടിന്റെ വിലക്കാണ് കൊടുക്കണം. നമ്മൾ 12.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2012 വണ്ടി ഒറിജിനൽ കേരള 12,50,000 രൂപയ്ക്ക് കൊടുക്കാം. 12 ലക്ഷം രൂപ കൊടുക്കാം. 12,50,000 രൂപയ്ക്ക് 2012 വിലയാണ് കേട്ടോ. 2012 റീവണ്ടിന്റെ വിലയാണ് 12.5 രൂപ. ഇവിടെ പേപ്പർ ആക്കി. ഒറിജിനൽ കേരളയാണ് ഇത്. ഇത് ഒറിജിനൽ കേരളയാണ്. ഇതിപ്പോ നമ്മൾ 390 ഓടി ഇച്ചിരി കോട്ടം കൂടുതൽ ഉള്ളത് കൊണ്ട് ഒരു ഓഫർ പ്രൈസ് പറഞ്ഞതാണ്. ഓക്കെ, അതായത് കേരള വണ്ടിയാണോ? ഞാനോർത്ത് ഒറിജിനൽ കേരള വണ്ടി. അടിപൊളി. എന്തായാലും നോക്കിക്കോളൂ. 12.5 ലക്ഷം രൂപയ്ക്ക്
ഇനി ഇതാണെങ്കിലൊക്കെ ഇത് 2013 13 5 സ്പീഡാ വരിക, 12 4 സ്പീഡാണ് വരിക, 13 5 സ്പീഡ് വരും. 2000 കൂടി നല്ല ക്ലീൻ അല്ലേ? അതെ അതെ. ഇത് മാറിയതാണോ ഹെഡ്ലൈറ്റ് ഒക്കെ? ആ ഹെഡ്ലൈറ്റ് പുതിയതാണ്, പുതിയ ഹെഡ്ലൈറ്റ് നിറം മങ്ങിയതുകൊണ്ട് മാറ്റിയതാണ്. അതാ ഞാൻ ചോദിച്ചു, ഇത്രയും വൃത്തി നല്ല വൃത്തിയാണ്. ഇത് പുതിയ സാധനം ഇപ്പൊ വെച്ചത്, ഒറിജിനൽ ടയോട്ടന്റെ. 13 എത്ര ഓടിയിട്ടുണ്ട്? 13 ഓടിയത് 2.4 ലക്ഷം കിലോമീറ്റർ, 2,25,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും കിലോമീറ്റർ. ഓക്കെ, ടയർ ഭാഗങ്ങളാണെങ്കിലും അടിപൊളിയാണ്, അതുപോലെ തന്നെ ഇന്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ, അന്നത്തെ 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, പിന്നെ എന്തെങ്കിലും വേറെ അപാകതകൾ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ് അല്ലേ? ക്ലീൻ വണ്ടി. ഓക്കെ, 13 വണ്ടി നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് 14,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. റിയൽ അല്ല, ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരളയാണ്. 14.5 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഫുൾ ടാങ്ക് ഡീസൽ സംശയമില്ല, നമ്മൾ ഓരോ അഡീഷണൽ പറയേണ്ട വിചാരിച്ചിട്ടാ. അതെ, ഇതിനൊക്കെ ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ അല്ലെങ്കിൽ സുഖമായിട്ട് കിട്ടും. 3 വേണ്ട, അതിനൊക്കെ ഒരു 12-12 രൂപ ലോൺ കയറും. 2 ലക്ഷം രൂപ മുടക്കിയാലോ നമുക്ക് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ആ ക്രിസ്റ്റകൾക്കെല്ലാം എല്ലാം കൂടി നിങ്ങളൊരു 1.5-2 ഉള്ളിൽ മുടക്കിയാൽ ഇവിടെ ഏത് വണ്ടി എടുക്കാം. ഇനി ഇതാണെങ്കിലോ? ഇത് 2014 ആണ്. 12, 13, 14. ഇത് 14 ഒറിജിനൽ കേരള വണ്ടി. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് വണ്ടി ഓട്ടം 2,60,000 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ. 14 ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. KL13 രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കും. സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്? ഓട്ടോമാറ്റിക്, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. നല്ല ക്ലീൻ ആട്ടോ, മെയിൻ ആയിട്ട് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. റീപ്ലേസ് ഇല്ല, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, എടുക്കാം. സർവീസ് പ്രോപ്പർ ഉണ്ട്, ഗ്യാരണ്ടി കൊടുക്കാം. നമുക്ക് റീപ്ലേസ് ഇല്ല എന്നുള്ളത് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമ്മൾ 17,50 ആവശ്യപ്പെടുന്നത്. 14 വണ്ടി അല്ല, സോറി, 16,50. എന്തെങ്കിലുമൊക്കെ ചെറിയ വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാം. 16,500 നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. 2014 മോഡൽ ഒറിജിനൽ കേരള 16.5 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ മാന്യമായിട്ടുള്ള ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് ഓഫറുള്ള വണ്ടിയാണ്. ഇത് വൻ ഓഫറാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ 2010 ഒറിജിനൽ കേരള 4x4 മാനുവൽ വണ്ടി. ഓക്കെ, 10 ആണ്. ഇതൊന്ന് ക്ലീൻ ആക്കിയാൽ നല്ല വൃത്തിയാവും. ടൈപ്പ് 2 കൺവെർട്ട് ചെയ്ത വണ്ടിയാണ്. അതെ. ടൈപ്പ് വണ്ടി ഇങ്ങനെ അല്ലല്ലോ വരിക. ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, പിന്നെ സൈഡ് സ്കേറ്റിംഗ്, ബാക്കിൽ ടൈലാമ്പ്, ബാക്ക് ബമ്പർ ഒക്കെ റീപ്ലേസ് ചെയ്താണ് വണ്ടി. അത് ഞാൻ ചോദിക്കണല്ലോ, ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി ഒന്നുകൂടി നല്ല വൃത്തിയാവും. സംശയമല്ലല്ലോ, ഹെഡ്ലൈറ്റ് മാറ്റി കൊടുത്താൽ ഒന്നും കൂടി ഉഷാറാവും. 2010 ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ക്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പിന്നെ ഓൾറെഡി ബമ്പറും ഗ്രില്ലും ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതാണല്ലോ. അതെ. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഗ്യാരണ്ടി കൊടുക്കും. നിങ്ങളെ നാട്ടുകാരുടെ പേരിലാണ് ഈ വണ്ടിയുള്ളത്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. വയനാട് അഡ്രസ്സിൽ നമ്മുടെ സുഹൃത്തിന്റെ പേരിലുള്ള വണ്ടി. മാനുവലാണോ? 4x4 മാനുവൽ. 4x4 മാനുവൽ. അതായത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരു 4 വീൽ ഈ വണ്ടി വേറെ ഈ ലോകത്തിൽ എവിടെ കിട്ടും? റീവണ്ടിന്റെ വില തരണ്ട. വരുന്ന കസ്റ്റമർ റീവണ്ടിന്റെ വില തരണ്ട. ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ. എന്ത് വില ഉണ്ടാവും? ഒരു 9 രൂപ 9 രൂപയും 10 ഒന്നും തരണ്ട. നമുക്കൊരു 8,50,000 8 രൂപ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വണ്ടി കൊടുക്കാം. വെറും 8,50,000 രൂപയ്ക്ക് 2010 4x4 ഒറിജിനൽ കേരള വണ്ടി 4x4 മാനുവൽ. അത് ശരിക്കും നിങ്ങൾ കൊടുക്കുമല്ലേ? എന്താ സംശയം, ആളുകൾ വന്നോട്ടെ. ഇനിയിപ്പോ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ അഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. നമ്മൾ വെറുതെ ആൾക്കാരോട് പുൾ അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 2010 അപേക്ഷിച്ച് നല്ല വണ്ടി, ക്ലീൻ വണ്ടി. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അപ്പൊ എന്നാലും നമ്മുടെ റെഡ് ബെൽ യൂസ് ഇത്രയും സമയം കാണിച്ച ഇന്നോവ ആണെങ്കിലും ഫോർച്യൂണർ ആണെങ്കിലും എക്സ്റ്റൈൽ ആണെങ്കിലും നല്ല ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കൂടുതൽ നമ്മൾ കാണിച്ചത് അല്ലേ? അതെ. അപ്പൊ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല വില കുറച്ച് നിങ്ങൾക്ക് എന്തായാലും തരും. പിന്നെ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു കിടലൻ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും